സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ നിറഞ്ഞ ഗാലറിയെ സാക്ഷിയാക്കി ജെറമി ഡോക്കു മാഞ്ചസ്റ്റർ സിറ്റിയുടെ 3-ാം ഗോൾ നേടിയപ്പോൾ ക്യാമറ നേരെ പോയത് എവേ സ്റ്റാൻഡിലേക്കാണ്. ഗോളാവേശത്തിൽ ആർപ്പുവിളിക്കുന്ന സിറ്റി ആരാധകർക്കിടയിലേക്ക്. അവിടെ ചുവന്ന ലാബിലുള്ള ആർസനൽ ലോഗോ പതിപ്പിച്ചൊരു വെള്ളക്കുപ്പിയുമായി ഒരു സിറ്റി ആരാധകൻ സെലിബ്രേഷൻ നടത്തുന്നുണ്ടായിരുന്നു. ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി. ഒപ്പം ഒരു ചോദ്യവും, ആർ ദേ ഗോണ ബോട്ട്ലിറ്റ് വൺസ് അഗെയിൻ? പ്രീമിയർ ലീഗ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ടീമുകൾക്കിനി 6-7 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ലീഗിലെ പോയിന്റ് ടേബിൾ സമവാക്യങ്ങൾ ഇനിയും തീരുമാനമായിട്ടില്ല. 2 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് ആർസനൽ വിരാമമിടുമെന്ന് കരുതിയെടുത്ത് നിന്ന് ഇപ്പോൾ ചിത്രം മാറി മറയുകയാണ്. 100 മീറ്റർ സ്പ്രിൻറ്റിന് സമാനമായി സിറ്റി ആർസനൽ ടീമുകൾ നടത്തുന്ന പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പാണ്. ഒരു മത്സരം കയ്യിലുള്ള സിറ്റിക്ക് ആർസനലുമായി വെറും 6 പോയിന്റ് വ്യത്യാസമാണുള്ളത്. ഇരുവരും തമ്മിൽ ഇനിയൊരു തവണ ഏറ്റുമുട്ടാനുണ്ട് താനും. കൃത്യം ഒരു മാസം മുമ്പ്, അതായത് കഴിഞ്ഞ മാർച്ച് 14-ന് ലാസ്റ്റ് മിനിറ്റ് ഗോളുകളുടെ ബലത്തിൽ ആർസനൽ എവർട്ടനെ വീഴ്ത്തിയിരുന്നു. തൊട്ടടുത്ത ദിവസം വെസ്റ്റ് ഹാം സിറ്റിയെ സമനിലയിൽ കുരുക്കിയതോടെ 9 പോയിന്റ് എന്ന ഭീമൻ ലീഡിലേക്ക് ഗണ്ണേഴ്സ് എത്തി. പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ചും പെപ് ഗാർഡിയോളയുടെ മുന്നിൽ 9 പോയിന്റ് എന്നത് അത്ര ശക്തമായ ലീഡൊന്നുമല്ല. ആ ബോധ്യം ആർട്ടേറ്റയ്ക്ക് നന്നായി ഉണ്ടായിരുന്നു. തൻ്റെ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തവർക്ക് വേണ്ടി ഈ കിരീടം നേടിക്കൊടുക്കാൻ അയാൾക്ക് ആകെ ചെയ്യേണ്ടിയിരുന്നത് ഒരൊറ്റ കാര്യമാണ്: പോയിന്റുകൾ നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മറുപുറത്ത് പെപ്പിൻ്റെ മനസ്സിലും ചില കണക്കുകൂട്ടലുണ്ടായിരുന്നു. ആർസനലിന് എവിടെയെങ്കിലും ഒന്ന് കാലിലെറിയാൽ അത് മുതലെടുത്ത് പോയിന്റ് വ്യത്യാസം വെട്ടിക്കുറക്കുക, തമ്മിലുള്ള മത്സരം വിജയിച്ച് ഒപ്പത്തിനൊപ്പം എത്തുക, വീണ്ടും ഒരിക്കൽ കൂടി ആ കിരീടത്തിൽ സിറ്റിയുടെ ഇളം നീല റിബണുകൾ കോർത്ത് കെട്ടുക. പെപ്പിൻ്റെ പ്ലാൻ കൃത്യവും വ്യക്തവുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കപ്പുറം വെംബ്ലിയിൽ ഇരുവരും മുഖാമുഖം വന്നു. കരബാവോ കപ്പിൻ്റെ ഫൈനൽ പോരാട്ടത്തിന്. ആർസനലിൻ്റെ പ്രീമിയം ഡിഫൻസിനെ അന്ന് നിക്കോറേലി കശാപ്പ് ചെയ്തപ്പോൾ ഗണ്ണേഴ്സിൻ്റെ ക്വാഡ്രപ്പിൾ മോഹം ട്രിബിളിലേക്ക് ഒതുങ്ങി. പക്ഷേ അതിനും ഒരാഴ്ചയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. FA കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ചാമ്പ്യൻഷിപ്പ് ടീമായ സതാംപ്ടണിന് തോറ്റ് ആർസനൽ തിരിഞ്ഞു നടന്നു. അതോടെ ആർട്ടേറ്റയുടെയും സംഘത്തിൻ്റെയും ഫോക്കസ് മുഴുവൻ 2 കിരീടങ്ങളിലേക്ക് ചുരുങ്ങി: പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗിൽ സ്പോർട്ടിങ്ങിനെതിരെ ആദ്യ പദത്തിൽ ലീഡെടുത്ത ആർസനൽ പക്ഷേ പ്രീമിയർ ലീഗിൽ കാത്തിരുന്നത് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. അതും സ്വന്തം മൈതാനമായ എമിറേറ്റ്സിൽ വെച്ച് തന്നെ. ആന്റോണി ഇരിയോളയുടെ ബോൺമൗത്ത് 1-നെതിരെ 2 ഗോളുകൾക്ക് ആർസനലിനെ വീഴ്ത്തിയപ്പോൾ ലണ്ടനിലെ മറ്റൊരു സ്റ്റേഡിയത്തിലിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയെ കശാപ്പ് ചെയ്തു. ഇരുവരും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം അതോടെ 6 ചുരുങ്ങി. ഈ മാസം 19-ന് എത്തിഹാദ് സ്റ്റേഡിയം ആ വലിയ പോരാട്ടത്തിന് വേദിയാവും. ഒരുപക്ഷെ 2025-26 പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ ഡിസൈഡർ ആവുന്ന ഒരു പോരാട്ടത്തിന്. EFL കപ്പിൽ ആർസനലിനെ വീഴ്ത്തിയ ആത്മവിശ്വാസത്തിൽ സിറ്റി ഇറങ്ങുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ തെറ്റുകൾ തിരുത്താനുറച്ചാവും ആർസനൽ എത്തുക. ക്രിസ്റ്റൽ പാലസ്, ബേൺലി, എവർട്ടൺ, ബ്രെൻഫോർഡ്, ബോൺമൗത്ത്, ആസ്റ്റൺ വില്ല ടീമുകൾക്കെതിരെയാണ് സിറ്റിക്ക് ഇനിയുള്ള മത്സരങ്ങൾ. ന്യൂകാസിൽ, ഫുൾഹാം, വെസ്റ്റ് ഹാം, ബേൺലി, ക്രിസ്റ്റൽ പാലസ് എന്നിവരെ ആർസനലും നേരിടും. യൂറോപ്യൻ പെർഫോമൻസ് സ്പോട്ട് വഴി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇക്കുറിയും പ്രീമിയർ ലീഗിന് 5 UCL സ്പോട്ടുണ്ട്. നിലവിലെ പോയിന്റ് ടേബിൾ പ്രകാരം ആർസനൽ, സിറ്റി എന്നിവർക്ക് പുറമെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല, ലിവർപൂൾ ടീമുകൾ അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗിൽ പന്ത് തട്ടും. 6-7 സ്ഥാനത്തുള്ള ചെൽസി, ബ്രെൻഫോർഡ് ടീമുകളും ഈ സ്പോട്ടിനായുള്ള പോരാട്ടത്തിൽ സജീവമാണ്. സീസണിലെ മറ്റൊരു സർപ്രൈസ് ടോട്ടനാമിൻ്റെ കാര്യമാണ്. തോമസ് ഫ്രാങ്ക്, ഇഗോർ ട്യൂഡോർ, റോബർട്ടോ ഡിസർബി എന്നിങ്ങനെ സീസണിൽ 3 പരിശീലകരെ കൊണ്ടുവന്ന സ്പേഴ്സ് നിലവിൽ പട്ടികയിൽ 18ാമതാണ്, അതായത് റെലഗേഷൻ സോണിൽ. വെസ്റ്റ് ഹാം വോൾസിനോട് ജയിക്കുകയും ടോട്ടനാമിന് സണ്ടർലാൻഡിന് മുന്നിൽ കാലിടുകയും ചെയ്തതോടെയാണ് നിലവിലെ യൂറോപ്പ ലീഗ് ജേതാക്കൾ തരംതാഴ്ത്തൽ ഭീഷണിയിൽ അകപ്പെട്ടത്. 32 മത്സരങ്ങളിൽ 30 പോയിന്റ് മാത്രമുള്ള ടോട്ടനാമിന് ലീഗിൽ നിലനിൽക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ മുഴുവൻ ജയിക്കുന്നതോടൊപ്പം മറ്റു ടീമുകളുടെ റിസൾട്ടും അനുകൂലമായി വരണം. വോൾസ്, ലീഡ്സ്, എവർട്ടൺ എന്നിവർക്ക് പുറമെ ബ്രൈറ്റൺ, ചെൽസി, ആസ്റ്റൺ വില്ല എന്നിവരുമായും ടോട്ടനാമിന് മത്സരങ്ങളുണ്ട്. വാച്ചിങ് ആർസനൽ ഈസ് വാച്ചിങ് നെറ്റ്ഫ്ലിക്സ്. യു ആൾവേസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. തൻ്റെ സഹതാരമായിരുന്ന റിയോ ഫെർഡിനാൻഡിൻ്റെ പോഡ്കാസ്റ്റിൽ 2 വർഷം മുമ്പ് പാട്രിസ് എവറ പറഞ്ഞ വാക്കുകളാണിത്. മുമ്പ് പലതവണ പഠിക്കൽ കലം പിടിച്ച ആർസനൽ ഇനിയും അത് തുടരുമെന്നാണ് അന്ന് എവറ പറഞ്ഞു വെക്കുന്നത്. വീണ്ടും ഒരു സീസൺ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ എവറയുടെ വാക്കുകൾ അനർത്ഥമാക്കുമോ? അതോ സകല ശാപങ്ങളും തേച്ചു മാച്ച് കളഞ്ഞ് ആർട്ടേറ്റ ആ കനക കിരീടം ലണ്ടനിലേക്ക് മടക്കിക്കൊണ്ടുവരുമോ? കാത്തിരിക്കാം ആവേശ പോരാട്ടത്തിനായി.